ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ 78ാമത്തെ പേജിൽ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്ന കഥയുടെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരു കുട്ടിക്ക് ബോറടിച്ചിട്ട് അവൻ്റെ അമ്മ പലവിധങ്ങളായിട്ടുള്ള ജോലികളിൽ കുട്ടിയെ വ്യാപൃതനാക്കാൻ ശ്രമിക്കുകയും പക്ഷേ കുട്ടി അതൊക്കെ ചെയ്ത കാര്യങ്ങളാണെന്ന് അമ്മയോട് പറയുകയും ചെയ്തു. അതിനുശേഷം അമ്മ താൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ താൻ ചെയ്തിരുന്ന ഒരു കാര്യം, അതായത് ഒരു വീട് കണ്ടെത്തുക, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വീട് അല്ലേ, ചുവന്ന വൃത്താകൃതിയിലുള്ള ചെറിയ വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത ഒരു വീട്, അതിന് മുകളിലൊരു ചിമ്മിനിയുണ്ട്, അതിൻ്റെ മധ്യത്തിലൊരു നക്ഷത്രവുമുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രത്യേകതകളുള്ള ഒരു വീട് താൻ ചെറുപ്പത്തിൽ കണ്ടെത്തിയിരുന്നുവെന്നും നിനക്ക് അത് ഇഷ്ടമാണെങ്കിൽ നീ അത് കണ്ടെത്തൂ എന്ന് പറഞ്ഞ് കുട്ടിയെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുകയാണ് അമ്മ. അങ്ങനെ കുട്ടി അവൻ്റെ തെരുവിലൂടെ, അവരുടെ വീട് നിൽക്കുന്ന തെരുവിലൂടെ പോവുകയും ആദ്യം ഒരു മെയിൽ കാരിയറിനെ കണ്ടെത്തുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും പിന്നീട് ഒരു പോലീസ് ഓഫീസറെ കാണുകയും ഈ കുട്ടി വഴി തെറ്റി നിൽക്കുകയാണോ എന്ന് അന്വേഷിക്കുകയും അല്ല എന്നറിഞ്ഞവർ തിരികെ പോവുകയും അവരോടൊക്കെ ഈ വീടിനെക്കുറിച്ച് ഈ കുട്ടി അന്വേഷിക്കുകയും അവർക്കൊന്നും ഈ വീടിനെക്കുറിച്ച് അറിയാത്തൊരവസ്ഥ വരികയും ചെയ്തു. അങ്ങനെയാണ് ആ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റർ ഫെറ്റ്സറെ ഈ കുട്ടി മനസ്സിൽ കാണുന്നത്. അങ്ങനെ ഫെറ്റ്സറുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫെറ്റ്സറുടെ കളപ്പുരയിലേക്ക് കുട്ടി പ്രവേശിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അവസാനമായി നിർത്തിയത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ There was the farmer packing apples into boxes. He looked up. Why, hello there, young fellow. What can I do for you? Come for a taste of my apple cider. There was the farmer. ഇവിടെ ഇതാ ആ കളപ്പുരയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആ കൃഷിക്കാരൻ, ആ കർഷകൻ, പാക്കിംഗ് ആപ്പിൾസ്, അദ്ദേഹം ആപ്പിളുകൾ പാക്ക് ചെയ്യുകയാണ്. ഇൻറ്റു ബോക്സസ്, പെട്ടികളിലേക്ക്. ഹി ലുക്ക്ഡ് അപ്പ്, അദ്ദേഹം തല ഉയർത്തി നോക്കി. വൈ ഹലോ ദോ യങ് ഫെലോ. ഇവിടെ ഫെല്ലോ എന്ന് പറഞ്ഞാൽ ഫെലോ എന്നതിൻ്റെ ഒരു രൂപമാണ് ഫെല്ല് എന്ന് പറയുന്നത്. അതായത് കൂട്ടുകാരാ, യുവ കൂട്ടുകാരാ എന്നൊക്കെ അർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ കുട്ടിയെ അഭിസംബോധന ചെയ്യുകയാണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സിഡർ, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ സിഡർ. അതായത് ആപ്പിൾ സിഡർ എന്ന് പറഞ്ഞാൽ ആപ്പിളുമായി ഉണ്ടാക്കുന്ന ഒരു തരം പാനീയം അല്ലെങ്കിൽ മദ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ആപ്പിൾ സിഡർ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? He poured a cup and handed it to the little boy. The little boy drank it down gratefully. Hunting for houses was thirsty work. The cider tasted sweet and tart all at the same time. He poured എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. A cup and handed it to the little boy. അദ്ദേഹം ആ ആപ്പിൾ സിഡർ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് അത് നമ്മുടെ കുട്ടിക്ക് കൈമാറി. The little boy drank it down gratefully. നമ്മുടെ കുട്ടി വളരെ നന്ദിയോടുകൂടെ അത് കഴിച്ചു. ഗ്രേറ്റ്ഫുള്ളി എന്ന് പറഞ്ഞാൽ താങ്ക്ഫുള്ളി, നന്ദിയോടെ. ഹണ്ടിങ് ഫോർ ഹൗസസ്, ഈ വീട് അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് വാസ് തേഴ്സ്റ്റി വർക്ക്, അതൊരു ദാഹം ജനിപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു. ദ സിഡർ ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ടാർട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം. ഈ ആപ്പിൾ സിഡറിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടാർട്ട് എന്ന് പറഞ്ഞാൽ പുളിപ്പ്, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരം. അപ്പോൾ ഒരേ സമയം മധുരവും പുളിപ്പുമുള്ള ഒന്നായിരുന്നു ഈ ആപ്പിൾ സിഡർ. Thanks for the cider, the little boy said. Mr. Fetzer, can you help me? I am looking for a house. It is a little round red house with no windows and no doors, a chimney on top and a star in the middle. My mother says you have lived here longer than anybody, and she found the house when she was my age, so I thought you might know where it is. Thanks for the cider, the little boy said. നമ്മുടെ ചെറിയ കുട്ടി പറഞ്ഞു, ആപ്പിൾ സിഡർ തന്നതിന് നന്ദി. മിസ്റ്റർ ഫെറ്റ്സർ,
ക്യാൻ യു ഹെൽപ്പ് മീ? ഫെഡ്സർ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ഇറ്റ് ഇസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അതൊരു ചെറിയ വൃത്താകൃതിയിലുള്ള ചുവന്ന വീടാണ്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത. എ ചിമ്നി ഓൺ ടോപ്പ്. അതിന്റെ മുകളിൽ ഒരു ചിമ്മിനി ഉണ്ട്. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അതിന്റെ മധ്യഭാഗത്ത് ഒരു നക്ഷത്രവുമുണ്ട്. മൈ മദർ സേസ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ലിവ്ഡ് ഹിയർ ലോങ്ങർ ദ എനിബഡി. താങ്കളാണ് ഇവിടെ മറ്റുള്ള ആരെക്കാളും കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത്. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്. മാത്രവുമല്ല എൻ്റെ അമ്മ എൻ്റെ ഈ പ്രായത്തിലായിരുന്നപ്പോൾ ഇതുപോലെയുള്ള വീട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഐ തോട്ട് യു മൈറ്റ് നോ ദർ ഇറ്റ് ഈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ ഈ വീട് എവിടെയാണെന്ന് അറിയാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ചെറിയ കുട്ടി പറയുകയാണ്. Mr. Fetzer smiled. Seems to me I remember your mother when she was just a little girl. Seems to me she came to find me on a day just like today. Seems to me that she was looking for a house too, just like the one you have described. And seems to me I knew just where to send her. Mr. Fetzer smiled. നമ്മുടെ ഫെഡ്സർ ചിരിച്ചു. Seems to me I remember your mother when she was just a little girl. എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ നിന്നെപ്പോലെ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോഴായിരുന്നു അവർ വന്നത് എന്ന് എനിക്ക് അല്ലെങ്കിൽ അവരെ കണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. ഇതുപോലെയുള്ള ഒരു ദിവസമായിരുന്നു അവർ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. സീംസ് ടു മീ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു ജസ്റ്റ് ലൈക്ക് ദ വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. നീ എനിക്ക് വിവരിച്ചു തന്നതുപോലെയുള്ള ഒരു വീടായിരുന്നു അന്ന് അവർ അന്വേഷിച്ച് നടന്നിരുന്നത്. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ. മാത്രമല്ല എവിടേക്കാണ് അവരെ പറഞ്ഞയച്ചതെന്ന് എനിക്ക് അറിയാമായിരുന്നു. The farmer walked outside and pointed to his orchard. Upon a little hill, see those trees? Run up there and take a look around, and I think you will find what you are looking for. The farmer walked outside. നമ്മുടെ ഈ കർഷകൻ പുറത്തേക്ക് നടന്നു. ആൻഡ് പോയിന്റഡ് ടു ഹിസ് ഓർച്ചാർഡ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആ കായ്ക്കനിത്തോട്ടത്തിലേക്ക് എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എവിടെ? അപ്പോൾ ലിറ്റിൽ ഹിൽ, ഒരു ചെറിയ കുന്നിന് മുകളിലുള്ള. സീ ദോസ് ട്രീസ്. ആ ചെറിയ മരങ്ങളെ നോക്ക്. റൺ അപ്പ് ദർ ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട്. നീ അവിടേക്ക് ഓടിച്ചെന്ന് അവിടെ ചുറ്റുമൊന്ന് നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ കണ്ണോടിക്ക്. ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. നീ അന്വേഷിച്ച് നടക്കുന്നത് നിനക്ക് അവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദ ലിറ്റിൽ ബോയ് റാൻ അക്രോസ് ദ ഫീൽഡ് ആൻഡ് അപ്പ് ദ ഹിൽ. ഹി സ്റ്റുഡ് അണ്ടർ വൺ ഓഫ് ദ ആപ്പിൾ ട്രീസ് ആൻഡ് ലുക്ക്ഡ് ഓൾ അറൗണ്ട്. നമ്മുടെ ചെറിയ കുട്ടി ദ ലിറ്റിൽ ബോയ് റാൻ അക്രോസ് ദ ഫീൽഡ്, ആ ഫീൽഡിലൂടെ അല്ലേ, ആ വയലിലൂടെ ഓടി. ആൻഡ് അപ്പ് ദ ഹിൽ, ആ കുന്നിന് മുകളിലുള്ള. ഹി സ്റ്റുഡ് അണ്ടർ വൺ ഓഫ് ദ ആപ്പിൾ ട്രീസ്, അവൻ ഒരു ആപ്പിൾ മരത്തിൻ്റെ കീഴിൽ ഇരുന്നു. ആൻഡ് ലുക്ക്ഡ്, കീഴിൽ നിന്നു. ആൻഡ് ലുക്ക്ഡ് ഓൾ അറൗണ്ട്, എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. ദ വിൻഡ് വാസ് ബ്ലോവിങ് എ ഡാൻസിങ് ബ്രീസ്. നമ്മുടെ ആ സമയത്ത് കാറ്റ് അതിങ്ങനെ ഒരു ഡാൻസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് ബ്ലൂ എ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദ ട്രീ. അത് ആ കാറ്റ് എന്ത് ചെയ്തു? ബ്ലൂ ഓഫ് എന്ന് പറഞ്ഞാൽ വീഴ്ത്തി. അപ്പോൾ ബ്ലൂ ഓഫ് എന്ന് പറഞ്ഞാൽ വീഴ്ത്തി. അപ്പോൾ ആ കാറ്റ് വീഴ്ത്തി എ റെഡ് ആപ്പിൾ, ഒരു ചുവന്ന ആപ്പിൾ, റൈറ്റ് ഓഫ് ദ ട്രീ, ആ മരത്തിന് നേരെ താഴേക്ക്. Tag. The apple landed at his feet. ആ ആപ്പിൾ ആണെങ്കിൽ വന്ന് നേരെ വീണത് നമ്മുടെ കുട്ടിയുടെ കാൽ കീഴിലേക്കാണ്. Picking it up, the little boy took a closer look. ആ ആപ്പിൾ കയ്യിലെടുത്തിട്ട് അതിനെ അടുത്ത് പിടിച്ചിങ്ങനെ നോക്കി. A little round red house with no windows and no doors, he said, turning it and looking at its shiny round red surface. A chimney on top, he said, touching the stem, and a star in the middle. A little round red house. ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ഒരു വീട്.
ചുവന്ന വീട്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത. ഹി സെഡ്, നമ്മുടെ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ടേണിങ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഷൈനി റൗണ്ട് റെഡ് ഹൗസ്, ഷൈനി റൗണ്ട് റെഡ് സർഫേസ്. ഇത് പറയുമ്പോൾ അവനിങ്ങനെ ആ ആപ്പിൾ ഇങ്ങനെ തിരിക്കുന്നുണ്ട് കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഷൈനി റൗണ്ട് റെഡ് സർഫേസ്, എന്നിട്ട് അതിൻ്റെ ആ തിളങ്ങുന്ന ചുവന്ന പ്രതലത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. എ ചിമ്മിനി ഓൺ ടോപ്പ്, അതിൻ്റെ മുകളിലൊരു ചിമ്മിനി ഉണ്ട്. ഹി സെഡ് ടച്ചിങ് ദ സ്റ്റെം, ആ വീടിന് ആ ആപ്പിളിൻ്റെ ഞെട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഒരു നക്ഷത്രം നടുവിൽ, അതെവിടെ? He put the apple in his raincoat pocket and ran all the way home. അവൻ്റെ ആപ്പിൾ അത് റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലിട്ടിട്ട് അവൻ വീട്ടിലേക്ക് ഓടി. മാം ഹി ക്രൈഡ്, ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്. അമ്മേ എന്ന് അവൻ ഉറക്കെ അലറി വിളിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, ഞാനത് കണ്ടെത്തിയെന്ന് തോന്നുന്നു. ഹിസ് മദർ സ്മൈൽഡ് വെൻ ഹി ടുക്ക് ദ ആപ്പിൾ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹെർ. മാത്രമല്ല അവൻ്റെ അമ്മ അവൻ തൻ്റെ റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലുള്ള ആ ആപ്പിൾ എടുത്ത് അമ്മയ്ക്ക് കൈമാറിയപ്പോൾ അവർ ചിരിച്ചു. ഐ തിങ്ക് യു ഡിഡ് ടു, നീ അത് ചെയ്യുമെന്ന് ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു, യു ഡിഡ് ടു, നീ അത് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഷീ സെഡ്, അവർ പറഞ്ഞു. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, എ ചിമ്മിനി ഓൺ ടോപ്പ്. ബട്ട് വേർ ഈസ് ദ സ്റ്റാർ, ഹി ആസ്ക്ഡ്. ചെറിയ ചുവന്ന വൃത്താകൃതിയിലുള്ള വീട്, വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത, അതിൻ്റെ മുകളിലൊരു ചിമ്മിനി ഉണ്ട്, പക്ഷെ എവിടെയാണ് നക്ഷത്രം? ഹി ആസ്ക്ഡ്, അവൻ അമ്മയോട് ചോദിക്കുകയാണ്. ഷി പിക്ക്ഡ് അപ്പ് എ ഷാർപ്പ് നൈഫ് ഫ്രം ദ ടേബിൾ. അപ്പോൾ നമ്മുടെ അമ്മ മേശപ്പുറത്ത് നിന്ന്, ടേബിളിൽ നിന്ന് ഒരു മൂർച്ചയുള്ള കത്തി എടുത്തു. പ്ലേസിങ് ദ ആപ്പിൾ ഓൺ ഇറ്റ്സ് സൈഡ് ഓൺ എ പ്ലേറ്റ്. അവർ ഈ ആപ്പിൾ ഒരു പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ചു. ഷീ കട്ട് ഇൻ ഹാഫ് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ. നേരെ മധ്യത്തിലൂടെ ആ ആപ്പിളിനെ മുറിച്ചു. ആൻഡ് ഇൻ ദ സെൻറ്റർ വാസ് എ സ്റ്റാർ. ഇവിടെ അതിൻ്റെ മധ്യത്തിലൊരു നക്ഷത്രം. ഓ ഹൗ വണ്ടർഫുൾ, എന്തൊരു അത്ഭുതകരമാണ്. There inside the apple lay a star holding 5 brown seeds. ഇവിടെ ഇതൊരു ആപ്പിളിൻ്റെ മധ്യത്തിൽ ഒരു നക്ഷത്രം കിടക്കുന്നു. ഹോൾഡിങ് 5 brown seeds. അതിൻ്റെ നടുക്കുന്നുണ്ട് തവിട്ട് നിറത്തിലുള്ള 5 വിത്തുകളുണ്ട്. ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ, ഇസ്ന്റ് ഇറ്റ്? മാത്രമല്ല ഈ നക്ഷത്രത്തെ ശ്രദ്ധിക്കാതെ നോക്കാതെ അത് ഭക്ഷിക്കുക എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്, അല്ലേ? ദ ലിറ്റിൽ ബോയ് സെഡ് ടു ദിസ് മദർ. അവൻ എന്ത് ചെയ്തു? അവൻ്റെ അമ്മയോട്, ടു ഹിസ് മദർ, അവൻ്റെ അമ്മയോട് അവൻ ചോദിക്കുകയാണ്. യെസ് ഇൻഡീഡ്, തീർച്ചയായിട്ടും. ആൻസർ ഹിസ് മദർ, അവൻ്റെ അമ്മ ഉത്തരം പറഞ്ഞു. ഇത്രയുമാണ് ഈ രസകരമായ കഥ. ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. 12ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഗോ ടു മിസ്റ്റർ ഫെറ്റ്സർ ബാൺ? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി മിസ്റ്റർ ഫെറ്റ്സറുടെ ബാണിലേക്ക്, കളപ്പുരയിലേക്ക് പോയത്? 13ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്പ് ഡിഡ് ദ ലിറ്റിൽ ബോയ് ആസ്ക് ഫ്രം മിസ്റ്റർ ഫെറ്റ്സർ? എന്ത് സഹായമാണ് മിസ്റ്റർ ഫെറ്റ്സറോട് നമ്മുടെ കുട്ടി ആവശ്യപ്പെട്ടത്? 14ാമത്തെ ചോദ്യം, വാട്ട് അഡ്വൈസ് ഡിഡ് മിസ്റ്റർ ഫെറ്റ്സർ ഗീവ് ടു ദ ലിറ്റിൽ ബോയ്? എന്ത് ഉപദേശമാണ് നമ്മുടെ ഫെറ്റ്സർ കുട്ടിക്ക് നൽകിയത്? 15ാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് എ സ്റ്റാർ ഇൻ ഇറ്റ്? വേർ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് എ സ്റ്റാർ ഇൻ ഇറ്റ്? അതായത് ചെറിയ വൃത്താകൃതിയിലുള്ള ചുവന്ന വീട്, അതിന് മധ്യത്തിൽ നക്ഷത്രമുള്ള അത് എവിടെ നിന്നാണ് ഈ കുട്ടി കണ്ടെത്തിയത്? 16ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ബോയ്സ് മദർ കട്ട് ദ ആപ്പിൾ ഇൻ ടു ഹാഫ് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ? എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മ ആ ആപ്പിൾ അതിൻ്റെ ഒത്ത നടുവിലൂടെ മുറിച്ചത്? 17ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ലിറ്റിൽ ബോയ് സീ ഇൻസൈഡ് ദ ആപ്പിൾ? എന്താണ് ഈ കുട്ടി
ഈ ആപ്പിളിൻ്റെ ഉള്ളിൽ കണ്ട കാര്യം എന്തായിരുന്നത്? ഓക്കെ, ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. സാറിന് പേഴ്സണലായിട്ട് ഇന്ന് തന്നെ നോട്ട്സുകൾ അയക്കുകയും ചെയ്യുക. സംശയങ്ങൾ ചോദിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.